ഓം ശാന്തി 19/5/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ശ്രീമതം തന്നെയാണ് നിങ്ങളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. അതിനാൽ ശ്രീമതം മറക്കരുത്. തന്നിഷ്ടം ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയുടെ മതമനുസരിച്ച് നടക്കൂ. ചോദ്യം: പുണ്യാത്മാവായി മാറുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: പുണ്യാത്മാവായി മാറണമെങ്കിൽ സത്യമായ ഹൃദയത്തോടെ സ്നേഹപൂർവം ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. 2. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. തന്റെ ഹൃദയത്തോട് ചോദിക്കണം, ഈ പുണ്യം ഞാൻ എത്ര ചെയ്യുന്നുണ്ട്? തന്റെ പരിശോധന നടത്തൂ. 100 മടങ്ങ് ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു കർമ്മവും ഉണ്ടാകരുത്. അതിനാൽ പരിശോധന നടത്തുന്നതിലൂടെ പുണ്യാത്മാവായി മാറും. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് കുട്ടികൾക്കറിയാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ശിവബാബയുടെ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബയുടേതാണ് ഉയർന്നതിലും ഉയർന്ന മതം. ഉയർന്നതിലും ഉയർന്ന ശിവബാബ എങ്ങനെയാണ് കുട്ടികൾക്ക് ശ്രേഷ്ഠമായി മാറുന്നതിനുള്ള ശ്രേഷ്ഠ മതം നൽകുന്നത് എന്നത് ലോകർക്ക് അറിയില്ല. ഈ രാവണ രാജ്യത്തിൽ ഒരു മനുഷ്യനാലും മനുഷ്യർക്ക് ശ്രേഷ്ഠമതം നൽകാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ ഈശ്വരീയ മതമുള്ളവരായി മാറുന്നു. ഈ സമയം നിങ്ങൾ കുട്ടികൾക്ക് പതീതത്തിൽ നിന്ന് പാവനമായി മാറുന്നതിനായി ഈശ്വരീയ മതം ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. അധികാരിയായിരുന്ന ഈ ബ്രഹ്മാവിനു പോലും അറിയില്ലായിരുന്നു. വിശ്വത്തിന്റെ അധികാരി പിന്നീട് പൂർണമായും പതീതമായി മാറുന്നു. ഈ കളി വളരെ നല്ല രീതിയിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. തെറ്റും ശരിയും എന്താണ് എന്നതിലാണ് ബുദ്ധിയുടെ യുദ്ധം. മുഴുവൻ ലോകത്തിലും തെറ്റാണ്. ഒരു ബാബ മാത്രമാണ് ശരി, സത്യം പറയുന്നയാൾ. ബാബ നിങ്ങളെ സത്യഖണ്ഡത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതിനാൽ ബാബയുടെ മതം സ്വീകരിക്കണം. തന്റെ മതത്തിലൂടെ നടക്കുന്നതിലൂടെ ചതിവ് പറ്റും. പക്ഷേ ബാബ ഗുപ്തമാണ്, നിരാകാരനാണ്. വളരെയധികം കുട്ടികൾ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ദാതയുടെ മതമാണ് എന്ന് കരുതുന്നു. മായ ശ്രേഷ്ഠ മതം സ്വീകരിക്കാൻ അനുവദിക്കുന്നില്ല. ശ്രീമതത്തിലൂടെ നടക്കണമല്ലോ. ബാബ അങ്ങ് എന്ത് പറയുന്നുവോ അത് ഞങ്ങൾ തീർച്ചയായും അനുസരിക്കും. പക്ഷേ ചിലർ അനുസരിക്കുന്നില്ല. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ശ്രീമതത്തിലൂടെ നടക്കുന്നു. ബാക്കിയുള്ളവർ തന്നിഷ്ടപ്രകാരം നടക്കുന്നു. ബാബ വന്നിരിക്കുന്നത് ശ്രേഷ്ഠ മതം നൽകാനാണ്. ഇങ്ങനെയുള്ള ബാബയെ ഇടയ്ക്കിടെ മറന്നുപോകുന്നു. മായ ശ്രീമതം അനുസരിക്കാൻ അനുവദിക്കുന്നില്ല. ശ്രീമതം വളരെ സഹജമല്ലേ? നമ്മൾ തമോപ്രധാനമാണ് എന്ന കാര്യം ലോകത്തിലെ ആർക്കും അറിയില്ല. എന്റെ മതം വളരെ പ്രസിദ്ധമാണ്. ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാൻ ഇപ്പോൾ പറയുന്നു, ഞാൻ 5000 വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. വന്ന് ഭാരതത്തിന് ശ്രീമതം നൽകി ശ്രേഷ്ഠതിലും ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. ബാബ മുന്നറിയിപ്പ് നൽകുകയാണ്, കുട്ടികൾ ശ്രീമതത്തിലൂടെ നടക്കുന്നില്ല. ബാബ ദിവസവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ ശ്രീമതത്തിലൂടെ നടക്കാൻ മറന്നുപോകരുത്. ഈ ബ്രഹ്മാവിന്റെ കാര്യമേ ഇല്ല. ശിവബാബ പറയുന്നതാണ് എന്ന് കരുതൂ. ബാബയാണ് ഇവരിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. പറയുന്നു, ഞാൻ അഭോക്താവാണ്. നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം നൽകുകയാണ്. നമ്പർ 1 മതം നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ.
ഒരു വികർമ്മവും ചെയ്യരുത്. തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, എത്ര പാപം ചെയ്തിട്ടുണ്ട്? ഇത് അറിയാവുന്നതാണ്. അതായത് എല്ലാവരുടെയും പാപത്തിന്റെ കുടം നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും തെറ്റായ വഴിയിലാണ്. നിങ്ങൾക്കിപ്പോൾ ബാബയിലൂടെ ശരിയായ വഴി ലഭിച്ചു. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകും എന്ന് പറയാറുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി. സദ്ഗതി എല്ലാവരുടെയും ഉണ്ടാകും. ദുർഗതിയും എല്ലാവർക്കും ഉണ്ടാകുന്നു. ഈ ലോകം തന്നെ തമോപ്രധാനമാണ്. സതോപ്രധാനമായ ആരുമില്ല. പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ അവസാനമെത്തി. ഇപ്പോൾ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് മരണം. ഭാരതത്തിന്റെ തന്നെ കാര്യമാണ്. ഗീതയും ദേവീ ദേവതാ ധർമ്മത്തിന്റെ ശാസ്ത്രമാണ്. ബാബ സ്മൃതി ഉണർത്തുന്നു, കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ദേവീ ദേവതാ ധർമ്മം മറന്നുപോയി. നിങ്ങൾ സ്വർഗത്തിലെ ദേവതകളായിരുന്നു. ഹംസോ എന്നതിന്റെ അർത്ഥം ബാബ ഭാരതവാസികളെ കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നല്ല. ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് പറയും, ഇവർ നിന്റെ ഗുരുവും ഈശ്വരനുമാണ് എന്ന്. ഭർത്താവ് തന്നെ ഈശ്വരനാണെങ്കിൽ പിന്നെ അല്ലയോ ഭഗവാനെ, അല്ലയോ രാമ എന്നെന്തിനാണ് വിളിക്കുന്നത്? മനുഷ്യരുടെ ബുദ്ധി തീർത്തും കല്ലായിരിക്കുന്നു. ബ്രഹ്മാവ് സ്വയം പറയും, ഞാനും ഇങ്ങനെയായിരുന്നു. വൈകുണ്ഠത്തിലെ കൃഷ്ണൻ എവിടെയിരിക്കുന്നു? ഗ്രാമത്തിലെ ബാലകൻ എന്ന് പറഞ്ഞത് എവിടെയിരിക്കുന്നു? ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു. അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, ആരാണോ നമ്പർ 1 സുന്ദരനായിരുന്നത് അവർ തന്നെയാണ് ലാസ്റ്റ് നമ്പറിൽ തമോ പ്രധാനമായ ശ്യാമനായി മാറുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സുന്ദരനായിരുന്നു, പിന്നീട് കറുത്തവരായി മാറി. 84ന്റെ ചക്രം കറങ്ങി ഇപ്പോൾ കറുത്തതിൽ നിന്ന് സുന്ദരനായി മാറുന്നതിനായി ബാബ ഒരു മരുന്ന് നൽകുന്നു. അതായത് എന്നെ ഓർമ്മിക്കൂ. നിങ്ങളുടെ ആത്മാവ് പതീതത്തിൽ നിന്ന് പാവനമായി മാറും. നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകും. നിങ്ങൾക്കറിയാം, എപ്പോൾ രാവണൻ വന്നോ അപ്പോൾ മുതൽ നിങ്ങൾ വീണ് വീണ് പാപാത്മാവായി മാറി. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. ഒരാൾ പോലും സുന്ദരനായി ഇല്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സുന്ദരനാക്കി മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ സ്വർഗവാസിയായ സുന്ദരന്മാരായി മാറാൻ വന്നതാണ്. ഇപ്പോൾ നരകവാസിയും കറുത്തവരുമാണ്. എന്തുകൊണ്ടെന്നാൽ കാമചിതയിലിരുന്ന് കറുത്തുപോയി. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിന്മേൽ ആര് വിജയം നേടുന്നുവോ അവരാണ് ജഗജ്ജീത്തായി മാറുന്നത്. നമ്പർ 1 കാമമാണ്. അവരെയാണ് പതീതം എന്ന് പറയുന്നത്. ക്രോധിയെ പതീതർ എന്ന് പറയില്ല. വന്ന് പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, ഈ അന്തിമ ജന്മത്തിൽ പാവനമായി മാറൂ. എങ്ങനെയാണോ രാത്രിക്ക് ശേഷം പകലുണ്ടാകുന്നത്, പകലിന് ശേഷം രാത്രിയുണ്ടാകുന്നത്, അതുപോലെ സംഗമയുഗത്തിനു ശേഷം സത്യയുഗം വരണം. ചക്രം കറങ്ങണം. അല്ലാതെ ആകാശത്തിലോ പാതാളത്തിലോ ഒന്നും ഇല്ല. സൃഷ്ടി ഇത് തന്നെയാണ്. സത്യയുഗം ത്രേതായുഗം ഇവിടെ തന്നെയാണ്. വൃക്ഷവും ഒന്നേ ഉള്ളൂ, വേറെ ഉണ്ടാവുക സാധ്യമല്ല. അനേകം ലോകങ്ങളുണ്ട് എന്ന് പറയുന്നതെല്ലാം പൊങ്ങച്ചങ്ങളാണ്. ഇപ്പോൾ ബാബ സത്യമായ കാര്യം കേൾപ്പിക്കുന്നു. ഇപ്പോൾ തന്റെ ഉള്ളിൽ നോക്കൂ. ഞാൻ ഏതുവരെ ശ്രീമതം അനുസരിച്ച് നടന്ന് സത്തോ പ്രധാനം അർത്ഥം പുണ്യാത്മാവായി മാറി. സത്തോ പ്രധാനത്തെ പുണ്യാത്മാവെന്നും തമോ പ്രധാനത്തെ പാപാത്മാവെന്നും പറയുന്നു.
വികാരത്തിലേക്ക് പോകുന്നത് പാപമാണ്. ബാബ പറയുന്നു, ഇപ്പോൾ പവിത്രമായി മാറൂ. എന്റേതായി മാറിയെങ്കിൽ തന്റെ ശ്രീമതമനുസരിച്ച് നടക്കണം. മുഖ്യമായ കാര്യം ഇതാണ്, ഒരു പാപവും ചെയ്യരുത്. വികാരത്തിലേക്ക് പോവുക എന്നതാണ് നമ്പർ 1 പാപം. പിന്നെയും ഒരുപാട് പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൊള്ളയും കളവും വഞ്ചനയും ഒരുപാട് ചെയ്യുന്നു. പിന്നെ ഒരുപാട് പേരെ ഗവൺമെന്റ് പിടികൂടുന്നുമുണ്ട്. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ കരുതരുത്, ഞാൻ കളവ് നടത്തി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചു എങ്കിൽ ബാബയെല്ലാം അറിയുന്നയാളാണ്, എല്ലാം അറിയും. ഇല്ല, എല്ലാം അറിയുന്നയാൾ എന്നതിന്റെ അർത്ഥം ഇതല്ല. ശരി, ആരെങ്കിലും മോഷ്ടിച്ചു, അത് ബാബ അറിഞ്ഞു, പിന്നെ എന്താണ്? ആരാണോ മോഷ്ടിച്ചത് അവരുടെ ശിക്ഷ 100 മടങ്ങാവുക തന്നെ ചെയ്യും. വളരെ വളരെ ശിക്ഷ അനുഭവിക്കും. പദവിയും നഷ്ടമാകും. ബാബ മനസ്സിലാക്കി തരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ചിലർ ഭഗവാന്റെ കുട്ടിയായതിനു ശേഷവും കളവ് നടത്തുന്നു. ശിവബാബയിൽ നിന്ന് ഇത്രയും സമ്പത്ത് ലഭിക്കുന്നു. എന്നിട്ടും ബാബയുടെ ഭണ്ഡാരയിൽ നിന്ന് മോഷ്ടിക്കുന്നു. ഇത് വളരെ വലിയ പാപമാണ്. ചിലരിൽ മോഷ്ടിക്കുന്ന ശീലമുണ്ടാകും. അവരെ ജയിൽ പുള്ളി എന്നാണ് പറയുന്നത്. ഇത് ഈശ്വരന്റെ വീടാണ്. എല്ലാം ഈശ്വരന്റെ തന്നെയല്ലേ. ഈശ്വരന്റെ വീട്ടിലേക്ക് വരുന്നത് ബാബയിൽ നിന്ന് സമ്പത്ത് നേടാനാണ്. പക്ഷെ ചിലരുടേത് ശീലമാകുന്നു. അവരുടെ ശിക്ഷ 100 മടങ്ങാകുന്നു. ശിക്ഷകളും ഒരുപാട് ലഭിക്കും. പിന്നെ ജന്മജന്മാന്തരങ്ങൾ മോശമായ വീട്ടിൽ തന്നെ ജന്മമെടുക്കും. എങ്കിൽ തന്റെ തന്നെ നഷ്ടമുണ്ടാക്കുകയല്ലേ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓർമ്മയിൽ ഒട്ടും ഇരിക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ബുദ്ധിയിൽ മോഷ്ടിക്കേണ്ടതിന്റെ തന്നെ ചിന്ത നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് പേർ സത്സംഗത്തിലേക്ക് വരുന്നുണ്ട്. ചെരുപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോകും. അവരുടെ ജോലി തന്നെ ഇതാണ്. എവിടെ സത്സംഗമുണ്ടോ അവിടെ ചെന്ന് ചെരുപ്പ് മോഷ്ടിച്ചു കൊണ്ടുവരും. ലോകം വളരെ മോശമാണ്. ഇത് ഈശ്വരന്റെ വീടാണ്. മോഷ്ടിക്കുന്ന ശീലം വളരെ മോശമാണ്. പറയാറുണ്ട്, കക്ക മോഷ്ടിക്കുന്നതും ലക്ഷം മോഷ്ടിക്കുന്നതും ഒന്നാണ്. ഉള്ളിൽ തന്നോട് തന്നെ ചോദിക്കണം, ഞാൻ എത്രത്തോളം പുണ്യാത്മാവായി മാറി? ബാബയെ എത്ര ഓർമ്മിക്കുന്നുണ്ട്? എത്രത്തോളം ഞാൻ സ്വദർശന ചക്രധാരിയായി മാറി? എത്ര സമയം ഈശ്വരീയ സേവനത്തിൽ കഴിയുന്നു? എത്ര പാപം നശിക്കുന്നുണ്ട്? തന്റെ കണക്ക് ദിവസവും നോക്കണം. എത്ര പുണ്യം ചെയ്തു? എത്ര യോഗത്തിൽ ഇരുന്നു? എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തു? ജോലിയെല്ലാം തീർച്ചയായും ചെയ്യണം. നിങ്ങൾ കർമ്മയോഗികളാണ്. കർമ്മം തീർച്ചയായും ചെയ്യൂ. ബാബ ഈ ബാഡ്ജുകൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല നല്ല ആളുകൾക്ക് ഇതുപയോഗിച്ച് പറഞ്ഞു കൊടുക്കൂ. ഈ മഹാഭാരത യുദ്ധത്തിലൂടെ തന്നെയാണ് സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കുന്നത്. കൃഷ്ണന്റെ ചിത്രത്തിന് താഴെ എഴുതിയിരിക്കുന്നത് വളരെ ഒന്നാന്തരമാണ്. പക്ഷെ കുട്ടികൾ ഇപ്പോഴും അത്രയും വിശാല ബുദ്ധി ഉള്ളവരായി മാറിയിട്ടില്ല. അല്പം ധനം ലഭിച്ചാൽ മതി, നൃത്തം വെക്കാൻ തുടങ്ങും. ചിലർക്ക് അധിക ധനം ലഭിച്ചാൽ ഞങ്ങളെപ്പോലെ വേറെ ആരും ഉണ്ടാകില്ല എന്ന് കരുതുന്നു. ഏത് കുട്ടികൾക്കാണോ ബാബയുടെ ചിന്തയില്ലാത്തത് അവർക്ക് ബാബ നൽകുന്ന അവിനാശിയായ ഇത്രയും ജ്ഞാനരത്നങ്ങളെയും ബഹുമാനമുണ്ടാകില്ല. ബാബ ഒന്നു പറയും, അവർ മറ്റൊന്ന് ചെയ്യും. ചിന്തയില്ലാത്തതിനാൽ ഒരുപാട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീമതത്തിലൂടെ നടക്കുന്നില്ല. പിന്നീട് വീണു പോകുന്നു. ബാബ പറയുന്നു, ഇതും ഡ്രാമയാണ്. അവരുടെ ഭാഗ്യത്തിലില്ല. ബാബയ്ക്ക് അറിയാമല്ലോ. വളരെയധികം പാപം ചെയ്യുന്നു. അഥവാ ബാബ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന നിശ്ചയമുണ്ടെങ്കിൽ
സന്തോഷമുണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാവിയിലെ പുതിയ ലോകത്തിൽ രാജകുമാരി രാജകുമാരന്മാരായി മാറും. എങ്കിൽ എത്ര സന്തോഷമുണ്ടാകണം. പക്ഷെ കുട്ടികൾ ഇപ്പോഴും വാടിയിരിക്കുകയാണ്. ആ അവസ്ഥ നിലനിൽക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, വിനാശത്തിന് റിഹേഴ്സലും ഉണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും, ഭാരതത്തെ ബലഹീനമാക്കിക്കൊണ്ടിരിക്കും. ബാബ സ്വയം പറയുന്നു, ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ എങ്ങനെ വിനാശമുണ്ടാകും? മഞ്ഞുമഴ പെയ്യും, പിന്നെ കൃഷിയുടെ അവസ്ഥ എന്താകും? ലക്ഷങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ? അതിനാൽ ബാബ മുഖ്യ കാര്യം മനസ്സിലാക്കി തരികയാണ്. അതായത് തന്റെ ഉള്ളിൽ ഇങ്ങനെ പരിശോധിക്കൂ, ഞാൻ എത്ര ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ബാബ, അങ്ങ് വളരെ മധുരമാണ്, അങ്ങയുടേത് അത്ഭുതമാണ്, അങ്ങയുടെ ആജ്ഞയാണ്, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ 21 ജന്മങ്ങളിലേക്ക് ഒരിക്കലും രോഗിയാവില്ല. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്, സന്മുഖത്ത് ബാബ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിന്നീട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. ബാബ പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, വളരെയധികം സ്നേഹിക്കൂ. നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമായി മാറാൻ എത്ര സഹജ വഴി പറഞ്ഞു തരുന്നു. ചിലർ പറയുന്നു, ഞാൻ വളരെ വലിയ പാപാത്മാവാണ്. ശരി, ഇനി ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യരുത്, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. എങ്കിൽ ജന്മജന്മാന്തരങ്ങളായി എന്തെല്ലാം പാപങ്ങളുണ്ടോ അതെല്ലാം ഈ ഓർമ്മയിലൂടെ ഭസ്മമാകും. ഓർമ്മയാണ് മുഖ്യ കാര്യം. ഇതിനെ സഹജമായ ഓർമ്മ എന്നാണ് പറയുന്നത്. യോഗം എന്ന വാക്ക് മാറ്റൂ. സന്യാസിമാരുടെ ഹഠയോഗം വ്യത്യസ്ത രീതികളിലുണ്ട്, അനേകം പ്രകാരങ്ങളിൽ പഠിപ്പിക്കുന്നു. ഈ ബാബയ്ക്കും അനേകം ഗുരുക്കന്മാർ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരുടെയും ഉദ്ധാരണം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. ഇങ്ങനെ പറയാൻ മറ്റാരിലും ശക്തിയില്ല. ബാബ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഈ സന്യാസിമാരുടെയും ഉദ്ധാരണം ചെയ്യുന്നു. പിന്നെ ഇവർക്ക് എങ്ങനെ ഗുരുവാകാൻ സാധിക്കും? അതിനാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ബാബ മനസ്സിലാക്കി തരികയാണ്. തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, ഞാനൊരു പാപവും ചെയ്യുന്നില്ലല്ലോ, ആർക്കും ദുഃഖം നൽകുന്നില്ലല്ലോ, ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഉള്ളിൽ പരിശോധിക്കണം, മുഴുവൻ ദിവസത്തിലും എത്ര പാപം ചെയ്തു, എത്ര ഓർമ്മിച്ചു. ഓർമ്മയിലൂടെയേ പാപം ഭസ്മമാകൂ. പരിശ്രമിക്കണം. ഇത് വളരെ പരിശ്രമമുള്ള കാര്യമാണ്. ജ്ഞാനം നൽകുന്നത് ഒരേയൊരു ബാബയാണ്. ബാബ തന്നെയാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ നൽകുന്ന അവിനാശി ജ്ഞാനരത്നത്തിന്റെ ഖജനാവിന് ബഹുമാനം കൊടുക്കണം. അശ്രദ്ധരായി പാപകർമ്മങ്ങൾ ചെയ്യരുത്. അഥവാ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് നിശ്ചയമുണ്ടെങ്കിൽ അപാര സന്തോഷത്തിലിരിക്കണം. 2. ഈശ്വരന്റെ വീട്ടിൽ മോഷണം നടത്തണം എന്ന ചിന്ത ഒരിക്കലും വരരുത്. ഈ ശീലം വളരെ മോശമാണ്. കക്ക മോഷ്ടിക്കുന്നതും ലക്ഷം മോഷ്ടിക്കുന്നതും ഒരുപോലെ മോഷണമാണ് എന്ന് പറയാറുണ്ട്. ഞാൻ എത്രത്തോളം പുണ്യാത്മാവായി മാറി എന്ന് സ്വയം തന്റെ ഉള്ളിൽ ചോദിക്കണം. വരദാനം: ദുർബലരും മനസ്സ് തകർന്നവരും അസമർത്ഥരുമായ ആത്മാക്കൾക്ക് എക്സ്ട്രാ ബലം കൊടുക്കുന്ന ആത്മീയ ദയാഹൃദയരായി ഭവിക്കട്ടെ. ആരാണോ ആത്മീയ ദയാഹൃദയരായ കുട്ടികൾ, അവർ മഹാദാനിയായി ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തവരിലും പ്രതീക്ഷ ഉണർത്തുന്നു. ദുർബലരെ ബലവാനാക്കും. ദരിദ്രർക്കും ആശ്രയമില്ലാത്തവർക്കുമാണ്
ദാനം കൊടുക്കുന്നത്. ആരാണോ ദുർബലരും മനസ്സ് തകർന്നവരും അസമർത്ഥരുമായ പ്രജാ ക്വാളിറ്റിയിലെ ആത്മാക്കൾ, അവരെ പ്രതി ആത്മീയ ദയാഹൃദയരായി മഹാദാനിയാകൂ. പരസ്പരം ഒപ്പമുള്ളവരോട് അല്ല മഹാദാനി ആകേണ്ടത്. അവർ സഹയോഗികളായ കൂട്ടുകാരാണ്, സഹോദരങ്ങളാണ്, ഒപ്പം പുരുഷാർത്ഥം ചെയ്യുന്നവരാണ്. അവർക്ക് ദാനമല്ല, സഹയോഗം കൊടുക്കണം. സ്ലോഗൻ: സദാ ഒരു ബാബയുടെ ശ്രേഷ്ഠ കൂട്ടുകെട്ടിലിരുന്നാൽ മറ്റുള്ളവരുടെ കൂട്ടുകെട്ടിന്റെ നിറം പ്രഭാവിതമാക്കില്ല. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പവിത്രതയുടെ വ്യക്തിത്വവും ധാരണ ചെയ്യൂ. പവിത്രതയോടൊപ്പം മുഖത്തിലും ചലനത്തിലും ആത്മീയതയുടെയും വ്യക്തിത്വം ധാരണ ചെയ്ത് ഈ ഉയർന്ന വ്യക്തിത്വത്തിന്റെ ആത്മീയ ലഹരിയിലിരിക്കൂ. തന്റെ ആത്മീയ വ്യക്തിത്വത്തെ സ്മൃതിയിൽ വെച്ച് സദാ പ്രസന്ന ചിത്തരായി ഇരുന്നാൽ പ്രശ്നങ്ങളെല്ലാം സമാപ്തമാകും. താങ്കളുടെ പ്രസന്നതയുടെ ദൃഷ്ടിയിലൂടെ അശാന്തരും വിഷമിച്ചിരിക്കുന്ന ആത്മാക്കളും പ്രസന്നരാകും. ഓം ശാന്തി.